ഈ ഹോണ്ട CBR നമ്മുടെ ഗരേജിൽ വന്നപ്പോൾ ഈ ഒരു കണ്ടീഷനിലായിരുന്നു. അതിനെ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടാങ്കിൽ നല്ലൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ അലോയ് വീൽസിനെല്ലാം കസ്റ്റമായിട്ട് ഒരു ഗോൾഡ് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു കസ്റ്റം പെയിൻറ്റിംഗ് ജോബ്സ് ഓഫ് CME. അപ്പോൾ ഈ ഒരു ഹോണ്ട CBR നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി റാപ്പിഡായിരുന്നു. സൈലൻസർ കവറൊക്കെ പുട്ടിയൊക്കെ ഇട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു. അലോയ് വീൽസിൽ നിന്നൊക്കെ പെയിൻറ്റ് ചിപ്പിങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ കാണുന്ന സൈഡ് പീസ് ഓക്സിഡേഷനായിട്ട് അത് നൈസായിട്ട് പൊടിഞ്ഞു വരാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിന് എത്ര പെയിൻ്റ് അടിച്ചാലും നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ 2K പ്രൈമർ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. വണ്ടി എന്തായാലും പാർട്സായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ അലോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അലോയ്ക്ക് ഗോൾഡ് കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റായിട്ട് നമ്മൾ വൈറ്റ് ബേസിന് വേണ്ടിയിട്ട് 2K പ്രൈമർ യൂസ് ചെയ്തു. 2K പ്രൈമർ യൂസ് ചെയ്യുന്നതിന് മറ്റൊരു കാരണമുണ്ട്. കാര്യം എന്ന് പറയുന്നത് അലോയ് വീൽസിൽ നിന്ന് പെയിൻറ്റ് ഇളകാൻ തുടങ്ങിയത് കൊണ്ട് അതിന് എക്സ്ട്രാ ഗ്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 2K പ്രൈമർ യൂസ് ചെയ്യേണ്ടി വന്നതാണ്. ആൻഡ് ഓൾസോ ബേസ് എല്ലാം കൊടുത്തതിന് ശേഷം മാറ്റ് ക്ലിയർ ആണ് കൊടുക്കുന്നത്. വണ്ടി കംപ്ലീറ്റ്ലി മാറ്റ് കോംബോയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മാറ്റ് ക്ലിയർ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഹാർണറും കറക്റ്റായിട്ടുള്ള ക്ലിയറും മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പലയിടത്തും കുറച്ചെങ്കിലും സാൻഡ് പൈലിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാൻഡ് പൈലിംഗ് എന്ന് പറയുമ്പോൾ ചിലയിടത്തൊക്കെ റഫ് പാച്ചസ് ഉണ്ടാവും ബേസിക്കലി. എന്തായാലും അലോയ് പെയിൻറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ബോഡി പാർട്സിനൊക്കെ പ്രൈമർ ചെയ്യേണ്ട പാർട്സിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പ്രൈമർ ചെയ്തിട്ട് അതിനകത്ത് 2K ബേസ് ബ്ലാക്ക് കൊടുത്തിരിക്കുകയാണ് കവറേജിന് വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മെറ്റാലിക് അഷ്യൂർ ഗ്രേ അപ്ലൈ ചെയ്യുന്നത്. അതൊരു സെറാലി കളറാണ്. കുറച്ചൊക്കെ കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ബേസൽ വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു 10 മിനിറ്റോളം ക്യൂറിങ് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്സിയുടെ തന്നെ മാറ്റ് ക്ലിയറും അതിൻ്റെ തന്നെ ഹാർണറും പ്രത്യേകം ചൂസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഫിനിഷിനകത്ത് അൺസർട്ടൻ ആയിട്ടുള്ള ചില പാച്ചസ് ഫീൽ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. എന്തായാലും വണ്ടി നമ്മൾ 1 by 1 ആയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വണ്ടിയുടെ ഫൈനൽ ലുക്കിനകത്ത് നമ്മൾ എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എൻജിൻ പോർഷൻസിലും അതോടൊപ്പം തന്നെ ഗ്രാബ് ഹാൻഡിലും ഫുഡ് പെക്സും എല്ലാം ഗ്ലോസി ബ്ലാക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ടാങ്കിൻ്റെ ഫ്യൂൽ ലിഡ് കവറും അങ്ങനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. വണ്ടി ഓവറോൾ കാണാൻ ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു ഫീൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സിനിമാറ്റിക് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് ഉടനെ തന്നെ നമ്മളെ പേജിൽ കൊളാബ് വരുന്നതായിരിക്കും. ഡു ഫോളോ ടു വാച്ച് മോർ ഓഫ് ദാറ്റ്. എനിവേസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. ഈ വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഓൾസോ എല്ലാ ഫ്രണ്ട്സിനും അറിയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണ്. ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ ബഡ്ജറ്റ് 12K ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.